ബിഗ് ബോസിലെ ഇന്നലത്തെ പ്രധാന ടോപ്പിക്കായിരുന്നു ഹ്യൂമാനിറ്റി, അതായത് മനുഷ്യത്വം. അവിടെ കുറെ പേര് മനുഷ്യത്വത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയട്ടെ. ഈ പറഞ്ഞവരെല്ലാം കൃത്യമായിട്ട് മനുഷ്യത്വം പാലിക്കുന്നവരാണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെങ്കിലും പുറത്തുനിന്ന് ഒരാൾക്ക് വാക്ക് കൊടുത്ത് വന്നിട്ട് അതിനുശേഷം ഉള്ളിലേക്ക് വരുമ്പോൾ ആ വാക്ക് മാറ്റുന്നത് മനുഷ്യത്വത്തിൽ പെട്ടതാണോ ചിന്തിക്കുക. അതേപോലെ ഈ പറഞ്ഞ പോലെ ഒരു പനിഷ്മെന്റ് കൊടുക്കുക, അത് ഹ്യൂമറായിട്ട് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഹ്യൂമറായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ ഇത് തെറ്റ് മറന്നു പോകും. അവർക്ക് നമുക്ക് വലുതായിട്ട് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞ് 4 പേര് ചെയ്യുന്ന ഒരു ജോലി, ചിലപ്പോൾ അത് ഫ്ലോർ ക്ലീനിങ് ആവും, കിച്ചൺ ഡ്യൂട്ടി ആവും, എന്തായാലും ഒറ്റയടിക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. ഇതൊക്കെ മനുഷ്യത്വത്തിൽ പെട്ടതാണോ? ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. ജാസ്മിനെതിരെ ജിൻഡോയെ കരിഞ്ഞ അല്ലെ കറുത്ത മത്സ്യകന്യകൻ എന്ന് വിളിച്ച് നിറത്തെ ആക്ഷേപിച്ചതിനുള്ള ഒരു കേസ് പോകുന്നുണ്ട്. ഫോർത്ത് ഏൻഷൻ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ ആ പോസ്റ്റിൻ്റെ ഉടമ തന്നെ ആയിരിക്കാം കേസിന് പോകുന്നത്. പുള്ളി കേസിന് പോകുന്നുണ്ടെന്ന് ഒരു വാർത്ത ഇട്ടു. അപ്പോൾ ചിലരൊക്കെ അത് സത്യമാണോ, വ്യാജമല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ പോസ്റ്റ് കണ്ടതാണ് ഞാൻ ഇട്ടത്. അല്ലാതെ ആദ്യം ആ പോസ്റ്റിൻ്റെ ഉടമയോട് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല, എനിക്കറിയത്തില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത് പുള്ളി കേസിന് പോയിട്ടുണ്ടെന്നാണ് പോസ്റ്റ് ഇട്ട് വെച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ പുള്ളി ഇന്ന് വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ഒപ്പ് ശേഖരണം. അപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുന്നേ നോക്കുമ്പോൾ എത്ര പേരുടെ ഒപ്പ് കിട്ടിയിട്ടുണ്ട്? 286 ഒപ്പാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മാസ് പെറ്റീഷൻ എന്ന് പറയാം. ഇത് നമ്മുടെ നാട്ടിൽ എനിക്ക് അറിയാവുന്ന മാസ് പെറ്റീഷനെ പറ്റി ഞാൻ പറയാം. ഞങ്ങളുടെ നാട്ടിൽ ഒരു കള്ളുകുടിയൻ ഉണ്ടായിരുന്നു. പുള്ളി ഒരു റോഡിൻ്റെ ഒരു സൈഡിൽ നിന്ന് കള്ളു കുടിച്ചിട്ട് പാട്ട് പാടിയാൻ കൊണ്ട് തെറി തുടങ്ങിയ രാത്രി 7 മണിക്കാണ് തെറി തുടങ്ങിയ റോഡിൻ്റെ അങ്ങ് സൈഡ് വരെ അങ്ങ് പോയി അവിടെ നിന്നും തെറി പറയും. അപ്പോൾ ഈ 2 വീട്ടിൽ കുട്ടികളൊക്കെ പഠിക്കാനൊക്കെ ഇല്ല, ഈ രാത്രി ആകുമ്പോഴത്തേനും അവർക്കൊന്നും പഠിക്കാനൊന്നും പറ്റാത്ത പോലെ സ്ഥിരമായിട്ട് ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നടന്ന ഒരു കാര്യം ഞാനീ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു തെറിയാണ്, തെറിപ്പാട്ടും അങ്ങനെ വളരെയധികം വോയിസാണ് അങ്ങേർക്ക്. അപ്പം നിശബ്ദമായി ഇരിക്കുന്ന എല്ലാ വീടുകളിലെയും റോഡിൽ കൂടെ നടന്ന് ഇങ്ങനെ തെറി പറയുമ്പോൾ ഇതൊരു ശല്യമായപ്പോൾ ആ നാട്ടിലുള്ളവരെല്ലാം കൂടെ ഒരു പേപ്പർ എടുത്തിട്ട് ഒപ്പ് ശേഖരണം നടത്തുക. അതിനെ മാസ് പെറ്റീഷൻ എന്നാണ് പറയുന്നത്. നമ്മളുടെ പേരും അഡ്രസ്സും എഴുതി ഒപ്പിട്ട് ഒരു പെറ്റീഷൻ കൊടുക്കുക അതിന്. അപ്പോൾ ഒരു വ്യക്തി കൊടുക്കുന്നതിനെക്കാട്ടും ഫലമാണ് ഈ മാസ് പെറ്റീഷൻ കൊടുത്താൽ. ഇപ്പം ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇത് കുറേ അധികം ഒപ്പ് ശേഖരണമാണ്. 286 ഒപ്പായിട്ടുണ്ട്. അപ്പം ഇനിയും ചിലപ്പോൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും. ജാസ്മിനെതിരെ ആയിട്ടുള്ള ഒരു പെറ്റീഷനാണ്. മനുഷ്യാവകാശ കമ്മീഷനിലാണ് ഈ പെറ്റീഷൻ പോകുന്നത്. അതായത് മറ്റേ സത്യഭാമ പറഞ്ഞ പോലെ തന്നെ ഒരു വിവാദം, അത് നിങ്ങൾക്കറിയാം. അത് ജാസ്മിൻ അവിടെ ജിൻഡോയെ കുറിച്ച് പറഞ്ഞാണ്. കറുത്ത മത്സ്യകന്യകൻ. ഇനി ഇത് അറിയാൻ മേലാത്ത ഒരു പ്രേക്ഷകരും ഉണ്ടാവില്ല. അപ്പോൾ ഇയാൾ കറുത്ത മത്സ്യകന്യകനാണെന്നുള്ള രീതി പറഞ്ഞു. അത് അഭിഷേക് ജയദീപ് മോർണിംഗ് ടാസ്ക് വീണ്ടും എടുത്തു പറഞ്ഞു. വീണ്ടും അവരൊക്കെ അത് പറഞ്ഞ് ചിരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ജയിലിൽ കിടക്കുമ്പം ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് ജിൻഡോ ഇത് പറയുന്നുണ്ട്. അല്ലേലും ഞാൻ കറുത്ത മത്സ്യകന്യകനല്ലേന്ന്. അപ്പോൾ ഇന്നലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്, ജാസ്മിൻ അത് പറയുന്നത് നിങ്ങൾ ആരും കേട്ടിട്ടില്ല, ജിൻഡോ പറയുന്നതല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ജിൻഡോ പറയുന്നേ നമ്മൾ കേട്ടിട്ടുള്ളൂ, ജാസ്മിൻ പറയുന്നതിൻ്റെ വീഡിയോ വന്നിട്ടില്ല. സത്യമാണ്. പക്ഷേ ജാസ്മിൻ ഇരിക്കുന്ന മോർണിംഗ് ടാസ്കിൽ അഭിഷേക് ജയദീപ് ഇത് വിളിച്ച് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേട്ട് നിന്ന് അഭിഷേക് ഇത് വിളിച്ച് പറയുമ്പോൾ ഇത് ജാസ്മിൻ അപ്പം ചിരിക്കാതെ ചെയ്യുന്നത്. ഇതുള്ളത് തന്നെയാണ്. ആ ഒരു ഭാഗം വിവാദമാകുന്നതുകൊണ്ട് ഈ പറയുന്ന പോലെ ബിഗ് ബോസ് അത് നമ്മളെ കാണിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ മിഡിൽ ഫിംഗർ കാണിച്ചെന്ന് പറഞ്ഞ് വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. ശരിക്കും ലൈവ് കണ്ടുകൊണ്ട് സൂം ചെയ്ത് കണ്ടുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഞാനൊന്നും അത് കണ്ടില്ല. ആ ഒരു ഭാഗമായപ്പോൾ നേരെ ജാസ്മിൻ്റെ ഭാഗത്തേക്ക് ക്യാമറ മാറ്റിയത്. അങ്ങനെ എല്ലാം ഒന്നും അവർ കാണിക്കുകയില്ല. അപ്പം ഈ ഒരു ക്ലിപ്പ് ബിഗ് ബോസിലുണ്ടെന്നുള്ള ഉറപ്പാണ്. അപ്പം മാസ് പെറ്റീഷനാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ അത് ഒത്തിരി പേരൊക്കെ ഒപ്പിട്ട് പോയാൽ അത് സീരിയസ് ആയ വിഷയമാവും. ഇത് സീരിയസ് ആവണേ എന്നുള്ള താല്പര്യം കൊണ്ട് പറയുന്നതെന്ന് ജാസ്മിൻ ആർമി ഓർക്കണ്ട. ഇത് കണ്ട ഒരു വിശേഷം, കണ്ട ഒരു വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെ ഇതുകൊണ്ട് സന്തോഷം സഹിക്കാൻ വയ്യാതെ പറയാം. പിന്നെ ഈ ഒരു വാർത്ത ഞാൻ ഇന്നാൾ ഇട്ടതിന് വേണ്ടി തിരിച്ചു പറയുന്നു, ജാസ്മിൻ ഇറങ്ങുമ്പോൾ യൂട്യൂബേഴ്സിനെതിരെ കേസ് കൊടുക്കുന്നു. ഇതേപോലെ കൊടുക്കുന്നു. ശരി, നിങ്ങൾ ഇതുപോലെ കൊടുക്കണ്ടെന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. യൂട്യൂബേഴ്സിനെതിരെ കംപ്ലീറ്റ് കൊടുക്കുക. ഇപ്പം ഈ കേരളത്തിൽ എത്രയോ യൂട്യൂബേഴ്സ് ഉണ്ട്, അത്രയും പേരും ജാസ്മിനെ എതിർക്കരുതേ. ഒരാൾ പോലും ജാസ്മിൻ അവിടെ ചെയ്യുന്ന എല്ലാം ശരിയാകട്ടോ, 100% ശരിയാണ്. നമ്മുടെ സംസ്കാരത്തിന് ചേർന്ന രീതി, ഭാരത സംസ്കാരത്തിനെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലാണ് ജാസ്മിൻ ബിഗ് ബോസ് പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും യൂട്യൂബർ വീഡിയോ ചെയ്തായിട്ട് എനിക്കറിയത്തില്ല, ഞാൻ കേട്ടിട്ടില്ലെന്ന് വരെ. അപ്പം ഈ കണ്ട യൂട്യൂബേഴ്സിനെ മൊത്തം കയറ്റി ഇറക്കണം കോടതിയിൽ. കോടതി എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ഓർക്കുന്നത്. സ്ഥലം ഉണ്ടാവില്ല, അത്രയും യൂട്യൂബേഴ്സ് ഉണ്ട് ഏകദേശം. ഈ ഒരു കാര്യം ഇപ്പം ഞാൻ പറയുന്ന ഭാഷ ഉപയോഗിച്ചില്ല. ഇന്ന് രാവിലെ ഞാൻ ഗബ്രി ജാസ്മിനെ തേച്ച വീഡിയോ ചെയ്തപ്പോഴും അതിലും വന്ന കമൻറ്റ്, മായ എന്തിനാണ് ഇത്രയധികം ജാസ്മിനെ അങ്ങോട്ട് സൈഡ് ചെയ്ത് പറയുന്നത്, പൊക്കി പിടിക്കുന്നത് എന്തിനാണ്? ഞാൻ പൊക്കി പിടിച്ചിട്ടൊന്നുമില്ല, ഒരു സാധാ ഭാഷ ഉപയോഗിച്ച് ജാസ്മിനെ പറഞ്ഞിട്ടേ ഉള്ളൂ. ഓവറായിട്ട് പറയുന്ന ആളല്ലേ, എന്നെക്കാട്ടും 10 പറയുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് ജാസ്മിൻ ആർമി എനിക്ക് വന്ന് കമൻറ്റ് ഇട്ടിരിക്കുന്നത് നിങ്ങളെ കേസ് കൊടുത്ത് പിടിപ്പിക്കും. അപ്പോൾ അത് വരുന്നിടത്ത് വെച്ച് കാണാം. കാരണം ഒരു യൂട്യൂബറായിട്ട് ഇറങ്ങി തിരിക്കുമ്പോൾ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും. അതൊന്നും കേട്ട് പേടിച്ചിട്ടൊരു കാര്യമില്ല. ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്നുണ്ട്
അവിടെ കാണിക്കുന്ന കാര്യം അവർക്ക് പുറത്ത് വിടാമെങ്കിൽ അത് കണ്ട് വീഡിയോ ചെയ്യാമെന്നാണ് എൻ്റെ പോളിസി. അവർ വിടാത്ത എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നോണ പറഞ്ഞ് ഒരുമാതിരി പരദൂഷണം പോലെ പറഞ്ഞ് വീഡിയോ ചെയ്യാൻ തുടങ്ങാം. ഞാൻ ഒരൊറ്റ വീഡിയോയിൽ പോലും ഏഷ്യാനെറ്റ് ലൈവിൽ കാണിക്കാത്ത കാര്യമോ അല്ലെങ്കിൽ അവർ വീഡിയോയിൽ കാണിക്കാത്ത കാര്യമോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ കാണിച്ച കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അത് കേട്ട് പേടിച്ച് മാളത്തിൽ ഒളിക്കേണ്ട കാര്യമില്ല. ഇതിനെല്ലാം തെളിവുള്ളതാണ്. അപ്പോൾ ജാസ്മിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്. പിന്നെ നിഷാന് പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടല്ലോ. നിഷാന് പറയുന്ന മനസാക്ഷിയുടെ കാര്യം, അവരത് പറഞ്ഞാൽ വളരെ ശരിയാണ്. ഈ പറയുന്ന ഹ്യൂമാനിറ്റി അത് ആർക്കാണ് അവിടെ ഉള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം പുറത്തൊരു ബന്ധമുള്ളപ്പം ആ ബന്ധത്തിനെ ചതിച്ചുകൊണ്ട് അകത്ത് വേറൊരു ബന്ധം ഉണ്ടാക്കുന്നത് അവർക്ക് എന്ത് ഹ്യൂമാനിറ്റിയാണ് ഉള്ളതെന്നുണ്ട്. അപ്പോൾ ഈ നിഷാൻ എന്ന വ്യക്തി അവിടെ അത്രയും ദിവസം നിന്നാണ്. ആ കാലഘട്ടങ്ങളിലായിരുന്നു, ഈ നിഷാൻ നിൽക്കുന്ന കാലഘട്ടങ്ങളിലാണ് ഈ അൻസിബ പറഞ്ഞ വെളിയിലോട്ട് ഇറങ്ങിയ പാർക്ക് പോലെ ഇറങ്ങാൻ പോലും പറ്റത്തില്ലെന്ന് അൻസിബ പറഞ്ഞ കാര്യം അതാണ്. പിന്നെ അതേപോലെ നിഷാന് നിൽക്കുമ്പോഴാണ് ഈ മാന്തുവും മടിയും ഞുള്ളും എല്ലാം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം നിഷാനെ അവിടെ കണ്ടുകൊണ്ടിരുന്ന വ്യക്തി തന്നെയാണ് ഇത് പറഞ്ഞത്. പിന്നെ ഈ പറയുന്ന എല്ലാ കുറ്റങ്ങളും മുല്ലപ്പൂവിൻ്റെ ഭാഗത്തുള്ള എല്ലാ കുറ്റവും എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മറ്റുള്ള മത്സരാർത്ഥികൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കുറ്റം ഇങ്ങനെ എടുത്തു പൊക്കുന്ന കാര്യമില്ലെന്നാണ് നിഷാന് പറഞ്ഞത്. പിന്നെ ഈ കൂടെ പറയേണ്ട അല്ലെങ്കിലും പറയാം, ശരിക്കും പറഞ്ഞാൽ റെസ്മിൻ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് ഇപ്പോൾ സത്യമായിട്ടും അറിയില്ല കേട്ടോ. ഈ ജാസ്മിൻ ഗബ്രി അവരെ താലോലിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു മത്സരാർത്ഥി, ഒരു തോഴി, ഒരു രാജാവും രാജ്ഞിയും അതിനൊരു തോഴി ഉണ്ടാവില്ല, അങ്ങനെ ഒരു തോഴിയായിട്ട്, ഒരു ടീച്ചറാന്ന് പറയുന്ന ഇവർ ഒരു തോഴിയായിട്ട് അധപ്പതിച്ച് പോയ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പുറത്ത് പോയിട്ട് അവർക്ക് നെഗറ്റീവാണെന്ന് അവരറിഞ്ഞിട്ടുണ്ട്. ശരിക്കും അവരറിഞ്ഞിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ടാണ് അവരൊന്ന് ഒതുങ്ങിപ്പോയെന്ന് തോന്നുന്നു. പക്ഷെ ഒതുങ്ങിയെങ്കിൽ എന്നാൽ ഇവരൊക്കെ ഒപ്പം നിന്ന് അതും നെഗറ്റീവാണെന്ന് അവർക്ക് അറിയത്തില്ല. എന്നിട്ടും അവർ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്നതായിരിക്കാം കേട്ടോ, നല്ല ക്വാളിറ്റിയാണത്. എന്നിട്ട് ജാസ്മിനെ ഗബ്രിയുടെ നടുക്ക് കയറിയിട്ടുണ്ട്. ഇന്നലെ ജാസ്മിനെ ഗബ്രി തേക്കുമ്പോഴും നടുക്ക് റസ്മിൻ ബായി ഇരിപ്പുണ്ട്. ഇനി അത് ഇവരുടെ പുതിയ തന്ത്രമാണെന്നാണ് കമന്റിൽ എല്ലാവരും പറയുന്നത്. എല്ലാവരുടെയും കാരണം ഇവർ വേർപിരിഞ്ഞെന്ന് മനസ്സിലാക്കിക്കോട്ടെ, ജനം മനസ്സിലാക്കണം. കാരണം 50ാം എപ്പിസോഡ് വരെയാണ്. 50ാം എപ്പിസോഡ് തൊട്ട് ഇവർ ജാപ്രി കുഞ്ഞുങ്ങൾ രണ്ട് വശത്തും രണ്ടായിട്ട് തിരിഞ്ഞു എന്നും പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ തേച്ചതായിട്ട് കാണിക്കുന്നത് എന്ന് പറയുന്നു. ഗബ്രി തേച്ചായിട്ട് നിന്നെ കല്യാണം കഴിക്കാനോ ഒരു റിലേഷൻഷിപ്പിനോ എനിക്ക് താല്പര്യമില്ല എന്ന് ഗബ്രി ജാസ്മിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കളിയുടെ ഗെയിമിൻ്റെ തന്ത്രമായിട്ടാണെന്ന് പറയുന്നുണ്ടല്ലോ. എനിക്കെന്തോ അത് അത്ര തോന്നുന്നില്ല. കാരണം ആദ്യം തൊട്ട് തന്നെ ഇവർ പറയുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട്, പക്ഷേ പ്രണയത്തിലേക്ക് നീങ്ങാൻ പറ്റില്ലെന്ന്. ജാതി മാറി വിവാഹം കഴിക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞാണ് റോക്കിയോട് ജാസ്മിൻ. ആ ജാസ്മിനാണ് ഗബ്രിയോട് ഇന്നലെ ഇഷ്ടമാണ്, എനിക്കിവനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നത്. അങ്ങോട്ട് ഇഷ്ടമാണെന്ന് എല്ലാം ഇതും വിട്ട് ജാസ്മിൻ പറയുന്നത്. കാരണം ജാസ്മിന് പുറത്തുള്ള വിവരങ്ങളുടെ ഏകദേശ രൂപം സായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഫ്സലിൻ്റെ കുറിപ്പും മെസ്സേജും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ജാസ്മിന് ഊഹിക്കാൻ പറ്റും. നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് ജാസ്മിൻ, ഊഹിക്കാൻ പറ്റും ആ ബന്ധം ഏതായാലും ശിഥിലമായി, ആ ബന്ധം കഴിഞ്ഞു എന്നുള്ള മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി പുറത്തിറങ്ങിയ എന്താ അവസ്ഥയെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാസ്മിൻ ജാതി മതം ഒന്നും നോക്കുന്നില്ലെന്നുള്ള ലെവലിൽ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് ഗബ്രിയോട് ഇഷ്ടമെന്ന്. ഗബ്രിയും ജാസ്മിൻ്റെ മനോവിചാരങ്ങൾ അതേപോലെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത്. നീയുമായിട്ട് എനിക്ക് യാതൊരു റിലേഷൻഷിപ്പും പറ്റില്ല, വിവാഹം കഴിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. അത് ഗബ്രിയുടെ വീട്ടിൽ നടക്കില്ലെന്ന് ഗബ്രി അപ്സരയോടും യമുനയോടും ആ രണ്ടോടൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പം തന്നെ പരസ്യമായിട്ട് പറഞ്ഞ് തെളിവോടുകൂടി, അതായത് അവിടെ തെളിവ് കിടക്കും, ബിഗ് ബോസിൽ എന്തെങ്കിലും പറഞ്ഞ് തെളിവോടുകൂടി ഗബ്രി പറഞ്ഞ് കൈ ഒഴിഞ്ഞിട്ടുണ്ട്. ജാസ്മിൻ്റെ അവസ്ഥയാണ് മോശമായിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഡ്രാമ തന്നെയാണെന്ന് തോന്നുന്നില്ല. പിന്നെ ഇന്നലത്തെ പനിയുടെ കാര്യം ഒരു ഡ്രാമയാണെന്ന് എനിക്ക് സത്യമായിട്ടും തോന്നുന്നുണ്ട്. കാരണം ഈ ഒറ്റ ദിവസം കൊണ്ട് ഛർദ്ദിച്ച് ഷിവറിങ് സർവ്വവിധ ലക്ഷണം കാണിച്ച് വൊമിറ്റിങ് ഷിവറിങ്ങും എല്ലാം കാണിച്ച് തളർന്ന് കുത്തിക്കിടന്ന് മെഡിക്കൽ റൂമിൽ രണ്ട് പ്രാവശ്യം കൊണ്ടുപോയ ജാസ്മിന് ഇന്ന് ക്ലിയർ ആയിട്ടിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഇതേപോലത്തെ പനി വന്ന റസ്മിൻ ശരിക്കും പനിച്ച് പുറത്ത് പോയി ചികിത്സയും കഴിഞ്ഞ് വന്നിരുന്നിട്ടും പനിയുടെ പോലെ നമുക്ക് തോന്നുമായിരുന്നു. പക്ഷേ ജാസ്മിൻ ഇന്ന് ഒരു കുഴപ്പമില്ല, ഒറ്റ ദിവസം കൊണ്ട് പനിച്ച് തീരുമോ അതെനിക്കൊരു സംശയമാണ്. സിബിൻ അവിടെ കാണിച്ചതെല്ലാം ആക്ടിങ് ആണ്, ഡ്രാമയാണ്. അതിനെ വെല്ലുന്ന ഒരു ഡ്രാമ ജാസ്മിനും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നോമിനേഷൻ ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ബിഗ് ബോസ് സീസൺ 6 ഞാൻ കുറച്ച് മുന്നേ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു, കംപ്ലീറ്റ് ഡ്രാമയാണ് കേട്ടോ. അത് ജാസ്മിൻ മാത്രമല്ല, എല്ലാവരും കംപ്ലീറ്റ് ഡ്രാമയാണ്. അതായത് പ്രേക്ഷകരായ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഡ്രാമ കളിക്കുന്നവരാണ്. അതുകൊണ്ട് അതുങ്ങൾ അവിടെ കിടന്ന് വല്ലാതെ മെൻ്റലി ഡൗണായി ഡിപ്രഷനിലേക്ക് പോയി തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കേണ്ട ഒരു കാര്യമല്ല. മൊത്തം ഡ്രാമകളാണ്. പിന്നെ വന്ന് നിൽക്കുന്നവർ മൊത്തം ഫേക്ക്. അർജുനാണെങ്കിൽ അർജുൻ എന്നൊക്കെ പറയുന്നത് വാഴയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഫേക്കാണെന്നാണ് പറയുന്നത്, ഒന്നും ഒറിജിനലല്ല, പലരും ഫേക്ക്. ഈ ഷോയുടെ ഒരു പ്രത്യേകതയാണ് ഫേക്കായിട്ട് നിൽക്കുക എന്നുള്ളത്. എന്നാലും ഇത് ഇവർ ഈ പറയുന്ന പകുതി പള്ളിക്കാന്ന് പറയുന്നത് പകുതി നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഒക്കെ അഭിനയിക്കുന്ന കാര്യത്തിൽ സൂപ്പറായിട്ടുള്ള മത്സരാർത്ഥികളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണും. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു.